ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഒരുപാട് നാളിന് ശേഷമല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ക്ലാസ്സിന് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരുപാട് തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ലോങ് വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഷോർട്ട് വീഡിയോയിൽ ഒതുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷേ അമ്മയ്ക്ക് രാവിലെ ഒട്ടും വയ്യായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് വയ്യായെങ്കിൽ എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ അമ്മാമ്മ കൂടെ ഉള്ളതുകൊണ്ട് അമ്മാമ്മയ്ക്ക് കൃത്യസമയത്തിന് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ വീട്ടിലൊരാളുണ്ടെങ്കിലേ പറ്റുള്ളൂ. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് കറക്റ്റ് സമയത്തിന് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ തന്നെ നിൽക്കാമെന്ന്. അങ്ങനെ രാവിലെ അച്ഛനുള്ള ആഹാരമൊക്കെ കൊടുത്ത് വിട്ടിട്ട് ഒരല്പം നേരം കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. വീണ്ടും ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റ് അമ്മാമ്മയ്ക്ക് ഇൻസുലിനൊക്കെ എടുത്തിട്ട് ചായയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വീണ്ടും അടുക്കളയിൽ കയറുന്നത്. അമ്മാമ്മയ്ക്ക് ഇൻസുലിൻ എടുത്ത ഉടനെ തന്നെ ചായ കിട്ടണം. അപ്പോൾ പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്ന് ചായ ഇടുകയാണെങ്കിൽ സമയം പോവും. അതുകൊണ്ട് വേഗം ഇൻസുലിൻ എടുത്ത ഉടനെ ഞാൻ ചായ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പോയി മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ചിട്ട് അടുക്കളയിൽ കയറിയായിരുന്നേ. ഇന്ന് ആസ് യൂഷ്വൽ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശയാണ്. നമ്മുടെ ഇവിടെ മിക്ക ദിവസവും ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാപ്പി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതുകൊണ്ട് ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് രാവിലെ കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ കീരക്കറി ഉണ്ടായിരുന്നു, പക്ഷേ അമ്മാമ്മ അത് കഴിക്കത്തില്ല. ഞാനും അമ്മയും കീരക്കറി വെച്ച് കഴിച്ചു. അമ്മാമ്മയ്ക്ക് ഇഡ്ഡലിപ്പൊടി വെച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം വരുന്നത് ഈ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ദോശ അതൊന്ന് ചൂടായി വരും എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതായി വെന്ത് വരണമല്ലോ, അതുവരെ അത് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബോറടിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും അത് തന്നെയല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് വേഗം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കി, അമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ എനിക്കുള്ള കഴിക്കുകയാണ്. എനിക്കിപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല, കാരണം അടുപ്പിൽ വേറെ മല്ലിവെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പോയിരുന്ന് സമാധാനിച്ച് കഴിക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്ക് ഉപ്പുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, കാലിലിങ്ങനെ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മല്ലിവെള്ളം എടുത്ത് മാറ്റി വെച്ചത് ഫ്ലാസ്കിലോട്ട് വീഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു പപ്പങ്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പച്ച പപ്പങ്കായ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് വിഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന്. ആദ്യം കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിഴുക്ക് പുരട്ടി ആകുമ്പോൾ നമുക്ക് തൊട്ട് കഴിക്കാനൊരു ഇതാവുമല്ലോ. അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ വിഴുക്ക് പുരട്ടിയ പോലെ ചെയ്തു. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കുന്ന കത്തിരിക്ക കറിയാണ്. നമ്മൾ കാരക്കുഴമ്പ് എന്നൊക്കെ പറയും. തമിഴ്നാട്ടിൽ കാരക്കുഴമ്പ് എന്ന് പറയും, ഇവിടെ കത്തിരിക്ക കറി എന്ന് പറയും. ഞാൻ എൻ്റേതായ രീതിയിലാണ് കത്തിരിക്ക കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആപ്പിളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കത്തിരിക്ക കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു. അപ്പോഴേക്കും അമ്മാമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഓട്സ് കഞ്ഞി വേണമെന്ന്. പിന്നെ അതുണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സമയത്തായിരുന്നു അമ്മ എണീറ്റ് വന്നത്. അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും വന്നിങ്ങനെ നോക്കുകയാണ്. അപ്പം വീഡിയോയിൽ എന്നെ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഒരു ഇതായിട്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോയിൽ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ പിന്നെ കറി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്. എൻ്റേതായ രീതിയിൽ എനിക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ ഞാൻ എളുപ്പ വഴിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് നേരം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി കുളിച്ചിട്ട് എനിക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വേഗം തീർക്കാമെന്ന്. അങ്ങനെ ഞാൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. കത്തിരിക്കയും വെള്ളരിക്കയും പിന്നെ ഒരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ഉം വെച്ചിട്ടായിരുന്നു ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ ടേസ്റ്റൊന്നും പറയാനില്ല, ഒരു തട്ടിക്കൂട്ട് കറി, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കറി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പൊതുവേ അമ്മാമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടാറില്ല, എങ്കിലും വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് കഴിക്കും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയായിരുന്നു. എണീറ്റ് നോക്കിയപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ പുറത്തൊക്കെ ഒരുപാട് ചവറായിരുന്നേ. ഒരു ദിവസം തൂത്താൽ തന്നെ പിറ്റേന്ന് ഒരുപാട് കരിയിലൊക്കെ വന്ന് വീണ് കിടക്കും. അങ്ങനെ പിന്നെ ഞാൻ ഒരു ഭയങ്കര മടിയൊക്കെ ആയിട്ട് അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി. അപ്പോൾ അമ്മ ഹാളിൽ നിന്ന് ജീവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം എണീറ്റിരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആൾ ഈ ഒരു രീതിക്കെങ്കിലും ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഹാളും കാര്യങ്ങളൊക്കെ തൂത്ത് വൃത്തിയാക്കി. പിന്നെ പുറത്തും തൂത്തിട്ടുണ്ടായിരുന്നേ. തൂത്ത് എല്ലായിടവും ഒതുക്കി ചവറൊക്കെ കത്തിക്കാണ്ടായിരുന്നു. അതൊക്കെ കത്തിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നായിരുന്നു. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയാണ്, ടി വിയിൽ എന്തോ ഒരു ദൈവത്തിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് എന്തോ പറയുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ടാറ്റാ.